Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ? നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ? വൈ കാൺട്ട് യു ഗോ അലോൺ? വൈ കാൺട്ട് യു ഗോ അലോൺ? നിനക്ക് ഒറ്റയ്ക്ക്, അലോൺ പറഞ്ഞാൽ ഒറ്റയ്ക്ക്. വൈ കാൺട്ട് യു ഗോ അലോൺ? നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ? ഞാൻ ഒറ്റയ്ക്ക് പോകില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകില്ല. ഐ വിൽ നോട്ട് ഗോ അലോൺ. ഐ വിൽ നോട്ട് ഗോ അലോൺ. അവനില്ലാതെ ഞാൻ പോകില്ല. അവനില്ലാതെ ഞാൻ പോകില്ല. ഐ വിൽ നോട്ട് ഗോ വിതൗട്ട് ഹിം. ഐ വിൽ നോട്ട് ഗോ. ഞാൻ പോകില്ല വിതൗട്ട് ഹിം. അവനില്ലാതെ. ഞാൻ അവന്റെ കൂടെ മാത്രമേ പോകുകയുള്ളൂ. ഞാൻ അവന്റെ കൂടെ മാത്രമേ പോകുകയുള്ളൂ. ഐ വിൽ ഗോ ഓൺലി വിത്ത് ഹിം. ഐ വിൽ ഗോ ഓൺലി വിത്ത് ഹിം. ഓൺലി വിത്ത് ഹിം. അവന്റെ കൂടെ മാത്രമേ ഞാൻ പോകുകയുള്ളൂ. ഐ വിൽ ഗോ ഓൺലി വിത്ത് ഹിം. അവന്റെ കൂടെ പോയാൽ എന്താ തെറ്റ്? അവന്റെ കൂടെ പോയാൽ എന്താ തെറ്റ്? വാട്ട്സ് റോങ് ഇഫ് ഐ ഗോ വിത്ത് ഹിം? വാട്ട് ഈസ് റോങ് അല്ലെങ്കിൽ വാട്ട്സ് റോങ് ഇഫ് ഐ ഗോ വിത്ത് ഹിം? ഞാൻ അവന്റെ കൂടെ പോകുന്നതിൽ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോയാൽ എന്താണ് തെറ്റ്? വാട്ട്സ് റോങ് ഇഫ് ഐ ഗോ വിത്ത് ഹിം? അവന്റെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയും ഞാൻ പോകില്ല. അവന്റെ കൂടെ അല്ലാതെ മറ്റാരുടെ കൂടെയും ഞാൻ പോകില്ല. ഐ വിൽ നോട്ട് ഗോ വിത്ത് എനിബഡി അതർ ദാൻ ഹിം. ഐ വിൽ നോട്ട് ഗോ വിത്ത് എനിബഡി അതർ ദാൻ ഹിം. വിൽ നോട്ട് ഗോ വിത്ത് എനിബഡി. ആരുടെയും കൂടെ ഞാൻ പോകില്ല. അതർ ദാൻ ഹിം, അതായത് അവനല്ലാതെ മറ്റാരുടെയും കൂടെ ഞാൻ പോകില്ല എന്നാണ് ഇതിന്റെ മീനിങ്. ഐ വിൽ നോട്ട് ഗോ വിത്ത് എനിബഡി അതർ ദാൻ ഹിം. അവൻ ഒഴിച്ച് മറ്റാരുടെ കൂടെയും പോകാൻ ഞാൻ തയ്യാറാണ്. അവൻ ഒഴിച്ച് മറ്റാരുടെ കൂടെയും പോകാൻ ഞാൻ തയ്യാറാണ്. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ എക്സെപ്റ്റ് ഹിം. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ എക്സെപ്റ്റ് ഹിം. എക്സെപ്റ്റ് ഹിം എന്ന് പറഞ്ഞാൽ അവൻ ഒഴിച്ച് ഞാൻ ആരുടെ കൂടെ പോവാനും റെഡിയാണ്. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ എക്സെപ്റ്റ് ഹിം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞു നോക്കാം. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ ബട്ട് ഹിം. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ ബട്ട് ഹിം. ഇവിടെ ബട്ട് ഹിം എന്നതും എക്സെപ്റ്റ് ഹിം എന്നതും സെയിം മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതും ഉപയോഗിക്കാം. ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ എക്സെപ്റ്റ് ഹിം അല്ലെങ്കിൽ ഐ എം റെഡി ടു ഗോ വിത്ത് എനിവൺ ബട്ട് ഹിം. അവൻ ആര് പറയുന്നതും കേൾക്കില്ല. അവൻ ആര് പറയുന്നതും കേൾക്കില്ല. ഹി വിൽ നോട്ട് ലിസൺ ടു എനിവൺ. ഹി വിൽ നോട്ട് ലിസൺ ടു എനിവൺ. ലിസൺ എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കുക. സോ ഹി വിൽ നോട്ട് ലിസൺ. അവൻ കേൾക്കുകയില്ല ടു എനിവൺ. ആര് പറയുന്നത് അവൻ കേൾക്കുകയില്ല. അവൻ നിർബന്ധ ബുദ്ധിയുള്ള അതായത് ഷാഠ്യമുള്ള ദുർവാശിയുള്ള ആളാണ്. അവൻ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. ഹീസ് എ സ്റ്റബേൺ പേഴ്സൺ. ഹീസ് എ സ്റ്റബേൺ പേഴ്സൺ. സ്റ്റബേൺ എന്നതിന്റെ അർത്ഥമാണ് ഷാഠ്യമുള്ള, ദുർവാശിയുള്ള അല്ലെങ്കിൽ പിടിവാശിയുള്ള, നിർബന്ധ ബുദ്ധിയുള്ള എക്സെട്ര. ഓക്കെ, സോ ഹീസ് എ സ്റ്റബേൺ പേഴ്സൺ. അതുകൊണ്ടാണ് ഹി വിൽ നോട്ട് ലിസൺ ടു എനിവൺ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? വാട്ട് വിൽ ഐ ഡു? വാട്ട് വിൽ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഐ ഡു? വാട്ട് ക്യാൻ ഐ ഡു? രണ്ടിന്റെയും ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഞാൻ എന്തു ചെയ്യും? വാട്ട് വിൽ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ ഐ ഡു? അവന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട. അവനെ തനിയെ വിട്ടേക്ക്. അവന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട. അവനെ തനിയെ വിട്ടേക്ക്. ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഹിസ് മാറ്റേഴ്സ്. ലീവ് ഹിം അലോൺ. ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഹിസ് മാറ്റേഴ്സ്. ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ ഇടപെടുക. ഇൻ ഹിസ് മാറ്റേഴ്സ്. മാറ്റേഴ്സ് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട. ഡോണ്ട് ഇന്റർഫിയർ. ലീവ് ഹിം അലോൺ. അവനെ തനിയെ വിട്ടേക്ക്. അത് പറയുന്നത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, അത് പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ വളരെ കഷ്ടമാണ്. അപ്പൊ അതുപോലെ അത് പറയുന്നത്ര എളുപ്പമല്ല. ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. അതായത് പറയുന്നത്ര എളുപ്പമല്ല എന്ന ഇതിന്റെ മീനിങ്. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെ? വൈ ഇസ് ദാറ്റ് സോ? വൈ ഇസ് ദാറ്റ് സോ? വൈ ഇസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത്? സോ ഇവിടെ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു സ്ഥിതിവിശേഷം അതിനെ സൂചിപ്പിക്കുവാനാണ് നമ്മൾ സോ എന്ന് പറയുന്നത്. അതായത് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വൈ ഇസ് ദാറ്റ്
ലൈക്ക് ദാറ്റ് എന്ന് പറയുന്നതിന് പകരം വൈ ഇസ് ദാറ്റ് സോ. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് അയാളെ ഇഷ്ടമില്ല. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുകയാണ് വൈ ഇസ് ദാറ്റ് സോ, എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പോ ഇവിടെ സോ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വൈ ആർ യു സേയിങ് യു ഡോണ്ട് ലൈക്ക് ഹിം, അങ്ങനെ നീണ്ട ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞതിന് തന്നെ വൈ ഇസ് ദാറ്റ് സോ, എനിക്ക് അയാളെ ഇഷ്ടമില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ, വൈ ഇസ് ദാറ്റ് സോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.